പക്ഷെ ഇപ്പോ ബോബി ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ രാഹുൽ ഈശ്വറിനെ ക്രിമിനൽ എന്നാണ് വിളിച്ചത്. പിന്നെ രാഹുൽ ഈശ്വർ ഈ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നില്ല, എപ്പോഴും ഏത് പ്രശ്നമുണ്ടെങ്കിലും ഇരയ്ക്കൊപ്പം അല്ലാതെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി അദ്ദേഹം ഉന്നയിച്ചത്. ഈ ക്രിമിനൽ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു തെറ്റായ സന്ദേശം കൂടിയല്ലേ സമൂഹത്തിൽ. ഇപ്പൊ ഒരു കേസോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ നമ്മൾ ഒരു പ്രശ്നത്തെ രണ്ട് വശത്തിൽ നിന്ന് അനലൈസ് ചെയ്യണ്ടേ? ശരി, എന്റെ മറുപടി എനിക്കൊന്ന് മാത്യു സാമുവൽ സാറാണ് അത് പറഞ്ഞത്. മാത്യു സാമുവൽ സാർ തെഹൽക്കയിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നമ്മുടെ രാജ്യത്തിന് പോസിറ്റീവായ ഒരുപാട് സേവനങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ ദേഷ്യം റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി വല്ലതും ക്രിമിനൽ എന്ന് പറഞ്ഞായിരിക്കും. അപ്പൊ എനിക്കെതിരെ ഒരേ ഒരു ക്രിമിനൽ കേസേ ഉള്ളൂ. അത് സുപ്രീം കോടതിയുടെ വിധി ലംഘിച്ച് ശബരിമലയിൽ പ്രൊട്ടസ്റ്റ് നടത്തി എന്നുള്ളതാണ്, അല്ലാതെ വേറെ ക്രിമിനൽ കേസുകളൊന്നുമില്ല. അപ്പൊ ഈ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിമർശനം എന്ന് പറഞ്ഞാൽ അധിക്ഷേപമാണെന്നാണ് നമ്മുടെ നാട്ടുകാർ തെറ്റിദ്ധരിക്കുന്നത്. ഇതേപോലെ തന്നെ തിരിച്ച് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട് കേട്ടോ. ഹണി റോസിനെ നേരെ കടന്നാക്രമിക്കുകയും ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് വിമർശനം. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇതേപോലെ ബോച്ചയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതാണ് വിമർശനം എന്ന് കരുതരുത്. ഇപ്പൊ ഇന്നലെ തൊട്ട് പല ആൾക്കാരും ബോച്ചയെ ചാരിറ്റി മൂടുപടമാണ്, ഇയാൾ എന്താ പറയുക ചാരിറ്റിയുടെ മറവിൽ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ചുമ്മാ പറയുകയാണ്. അതായത് ബോച്ചയെ കാരണം 14 ലക്ഷം ആൾക്കാർ രക്തദാനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡാണ്. പുള്ളി 100 ആയിരക്കണക്കിന് ആൾക്കാർ വീട് വെച്ചു കൊടുത്തു. ഇതെല്ലാം പുള്ളിയുടെ നന്മയാണ്. എന്നാൽ പുള്ളിയുടെ ശരിയല്ലാത്ത കാര്യമാണ് പുള്ളി നമ്മുടെ കുന്തി ദേവി പ്രയോഗം നടത്തിയത്. ഇത് രണ്ടും രണ്ടായി നമുക്ക് കണ്ടുകൂടെ? ഒരാളുടെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കണ്ടുകൂടെ? അപ്പൊ മാത്യു സാമുവൽ സാറിന്റെ അതായിരിക്കും അദ്ദേഹത്തിന്റെ ചില വീഡിയോസ് ഒരു ഫാർ റൈറ്റിലേക്ക് പോകാറുണ്ടെങ്കിലും അദ്ദേഹം നമ്മുടെ രാജ്യത്തെ മുതിർന്ന പത്രപ്രവർത്തകനാണ്, കറപ്ഷൻ വെളിയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബേസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വല്ലതും ആയിരിക്കണം എന്നെ ക്രിമിനൽ എന്ന് വിളിച്ചത്. കേരളത്തിലെ ബിഗസ്റ്റ് ക്രിമിനലാണ് ഞാൻ. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്ന KGF 2 യഷിന്റെ സിനിമയാണ് ബിഗസ്റ്റ് ക്രിമിനൽ ഇൻ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ എനിക്ക് മാത്യു സാമുവൽ സാറിനോടും പറയാനുള്ളതേ, നമുക്ക് റെസ്പെക്ട്ഫുള്ളി ആൾക്കാരെ ഡിസഗ്രി ചെയ്തൂടെ? രാഹുൽ ഈശ്വറിന്റെ ഈ നിലപാട് ഒരു കാരണവശാലും ശരിയല്ല. രാഹുൽ ഈശ്വർ പലപ്പോഴും സ്ത്രീ വിരോധമാണ് പറയുന്നത്, അല്ലെങ്കിൽ അൾട്രാ കൺസർവേറ്റീവ്സമാണ്, അമിതമായ പാരമ്പര്യവാദമാണ് പറയുന്നത്. ഈ അമിതമായ പാരമ്പര്യവാദം പറയാൻ രാഹുൽ ഈശ്വറിന് അവകാശമില്ല. കാര്യം രാഹുൽ ഈശ്വർ മലയാളി ഹൗസിൽ പോയി വിജയിച്ച ആളാണ്. ഇതൊക്കെ നല്ല വിമർശനങ്ങളാണ്. പക്ഷേ അതിന് പകരം ക്രിമിനൽ എന്ന് വിളിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പൊ ഈ യൂട്യൂബിന്റെ കാലഘട്ടത്തിൽ പലപ്പോഴും പറ്റുന്നത് ആർക്കും മിതത്വം താല്പര്യമില്ല, എല്ലാവർക്കും അമിതത്വമാണ് താല്പര്യം. കാര്യം യൂട്യൂബ് വ്യൂസ് ആകട്ടെ, യൂട്യൂബിലുള്ള റീച്ച് ആകട്ടെ, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ലൈക്കും ഷെയറും ആകട്ടെ, കൂട്ടി പറഞ്ഞാലേ അല്ലെങ്കിൽ അമിതമായി പറഞ്ഞാലേ അതിന് പഞ്ചുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയല്ല. നമുക്ക് വ്യൂസ് ഒക്കെ പ്രധാനമാണ്, എനിക്കറിയാം, ഞാനൊരു യൂട്യൂബ് ചാനൽ ഉള്ള വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ വിമർശനങ്ങൾ ഷാർപ്പായിരിക്കണം, നമ്മുടെ വിമർശനങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. ഒരാളുടെ പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് തന്നെ അയാളുടെ നിലപാടിനെ വിമർശിക്കാൻ കഴിയണം. യേശുക്രിസ്തു പറയുന്നുണ്ട്, എന്താ, ഹെയ്റ്റ് ദ സിൻ നോട്ട് ദ സിന്നർ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അതിൽ നിന്ന് ഉൾക്കൊണ്ട് പറയുകയാണെങ്കിൽ ഒപ്പോസ് ദ പൊസിഷൻ നോട്ട് ദ പേഴ്സൺ, നിലപാടിനെയാണ് എതിർക്കേണ്ടത്, വ്യക്തിയെ അല്ല. അപ്പൊ രാഹുൽ ഈശ്വറിന്റെ നിലപാട് അദ്ദേഹത്തിന് യോജിപ്പില്ലായിരിക്കും. മറ്റൊന്ന് രണ്ട് വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പൊ മാത്യു സാമുവൽ മോശമാണെന്നല്ല, മാത്യു സാമുവൽ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ അവന്മാരുടെ കാശ് മേടിച്ചിട്ടാണ് പറയണമെന്നല്ല, അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. അപ്പൊ ഈ ജെനുവിൻലി പരസ്പര വിയോജിപ്പുള്ള ഒരു സമൂഹമായിട്ട് നമുക്ക്, അതായത് പരസ്പര യോജിപ്പും വിയോജിപ്പുള്ള സമൂഹമായി നമുക്ക് മാറിക്കൂടെ? മാത്യു സാമുവൽ സാറിനോടും പ്രേക്ഷകരോടും ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രയോഗമേ ഉള്ളൂ, റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ്, ബഹുമാനത്തോടെയുള്ള വിയോജിപ്പ്. നമ്മുടെ കുടുംബങ്ങളിലല്ലേ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളും സഹോദരങ്ങളും അമ്മാവന്മാരും കസിൻസും റിലേറ്റീവ്സും തമ്മിൽ നമുക്ക് എല്ലാ വിഷയത്തിലും യോജിപ്പാണോ? അവൻ ബഹുമാന പുരസരമുള്ള വിയോജിപ്പാണ് ജനാധിപത്യത്തിന്റെ അന്തസത്ത. അതുകൊണ്ട് മാത്യു സാമുവൽ സാറിന്റെ ഈ വിമർശനം അദ്ദേഹത്തെ പോലൊരു മുതിർന്ന ആള് നടത്തുമ്പോൾ ഞാൻ ബഹുമാനത്തോടെ എടുക്കുന്നു. പക്ഷെ ആ വിമർശനം ശരിയാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. എനിക്കെതിരെയുള്ള ഏക കേസ്, എനിക്ക് തോന്നുന്നു അദ്ദേഹം എഗ്രി ചെയ്യുന്നൊരു കേസാണെന്ന് തോന്നുന്നു, ശബരിമല യുവതി പ്രവേശനത്തിൽ വിശ്വാസികളോടൊപ്പമാണെന്നാണ് എന്റെ ധാരണ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി പോരാടിയതിന്റെ ക്രിമിനൽ കേസ് മാത്രമേ എനിക്കുള്ളൂ, അല്ലാത്ത ക്രിമിനൽ കേസുകളൊന്നും എന്റെ പേരിലില്ല. അദ്ദേഹത്തിന് അത് ചെക്ക് ചെയ്യാൻ കഴിയും. അപ്പം ബഹുമാനത്തോടെയുള്ള വിയോജിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ ഉടന്നുവരട്ടെ. ശക്തമായ സംവാദങ്ങൾ വേണം. ശക്തമായ സംവാദം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ പരസ്പരം ആക്രമിക്കുന്ന ഡിബേറ്റുകൾ നമുക്ക് വേണം. പക്ഷെ ആക്രമിക്കുന്നത് സമീപനത്തെ ആകണം, ഹണി റോസിന്റെ ശരീരത്തെ ആകരുത്. ആക്രമിക്കുന്നത് നയങ്ങളെയും നിലപാടുകളെയും ആകണം, വ്യക്തിയെ ആവരുത്. അപ്പൊ ഈ വ്യക്തി വേറെ നിലപാട് വേറെ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം, നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിലപാടുകളിലും വിശ്വാസങ്ങളിലും നയങ്ങളിലും ഒക്കെ വ്യത്യാസം വന്നിട്ടില്ലേ?
അപ്പം ഒരു വ്യക്തിയെ ആ വ്യക്തി വേറെ, ആ വ്യക്തിക്ക് നന്മകളുണ്ട്, ഗുണങ്ങളുണ്ട്, മോശങ്ങളുണ്ട്, നെഗറ്റീവുകളുണ്ട്, എന്നാൽ ആ വ്യക്തിയുടെ നിലപാടുകൾ വേറെ എന്ന് മാറ്റി കാണാനുള്ള ജനാധിപത്യ പക്വത നമുക്കുണ്ടാകണം. അതുകൊണ്ട് മാത്യു സാമുവൽ സാറിനോടുള്ള റിക്വസ്റ്റ്, അദ്ദേഹം ചെയ്ത, നമ്മുടെ രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്ത, പ്രത്യേകിച്ച് ആന്റി കറപ്ഷന് വേണ്ടിയൊക്കെ ചെയ്ത, തെഹൽക്കയ്ക്കൊക്കെ വേണ്ടി ചെയ്ത, ഞാൻ തെഹൽക്കയൊക്കെ കണ്ടു വളർന്നൊരു തലമുറയിലെ ആൾക്കാരാണ്. തെഹൽക്കയൊക്കെ ചെയ്യുന്ന ബ്രോഡ് എക്സ്പോസേ ജേർണലിസം, അതിന് കൈയടിച്ച് വളർന്ന വ്യക്തിയാണ്. അപ്പൊ അതിന്റെയൊക്കെ അമരക്കാരനാണ്. അദ്ദേഹത്തിന് ബഹുമാനം അർപ്പിക്കുന്നു. എന്നാൽ അദ്ദേഹം ക്രിമിനൽ എന്ന വാക്കാണോ, രാഹുൽ അൾട്രാ കൺസർവേറ്റീവ് ആണെന്ന് വിളിക്കും, അത് കുറച്ചുകൂടെ കറക്റ്റ് അല്ലേ? രാഹുൽ അമിതമായി കൺസർവേറ്റീവ് വാദം പറയരുത്, ഈ അമിതമായ പാരമ്പര്യവാദം പറയരുത്, പുരോഗമന വിരുദ്ധനാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നതല്ലേ ശരി? അപ്പൊ അദ്ദേഹം അത് പുനർചിന്തിക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി, ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ പേരിൽ കേസെടുക്കുന്നു. അദ്ദേഹത്തെ വയനാട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പോയി നാടകീയമായി പോലീസ് പിടിച്ചുകൊണ്ടുവരുന്നു, ജാമ്യം നിഷേധിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴും കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്തയാണ്, റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർമാരും ആങ്കറുമായ അരുൺകുമാറിനും റിപ്പോർട്ടറിനുമെതിരെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നുള്ളത്. അപ്പോൾ 18 വയസ്സ് തികയാത്ത പെൺകുട്ടിയോടാണ് ഇത്തരത്തിൽ സംസാരിച്ചത് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസിന്റെ സമീപനം എങ്ങനെയായിരിക്കും? ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വർ എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. എനിക്ക് അരുൺകുമാറിനെ 20 or 25 വർഷമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക. അതായത് YMCAയുടെ യൂത്ത് വിങ് ആയ യൂണിവൈയുടെ ഭാഗമായിരുന്നു അരുണും ഞാനും. അന്നേ അരുൺ വലിയൊരു സ്റ്റാറാണ്. അന്ന് നാട്ടുകാർക്ക് അരുണെ അറിയില്ല. അന്ന് നല്ല മുടിയൊക്കെയുള്ള, അന്ന് പൃഥ്വിരാജിനെ പോലെ, ഇന്ന് ഫഹദ് ഫാസിലിനെ പോലെ ഇരിക്കുന്ന വ്യക്തിയാണ് അരുൺ. കൃത്യമായൊരു നിലപാടുണ്ട്. ഡോക്ടർ അരുൺ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും ഇന്റലക്ച്വലായ, ഏറ്റവും ബൗദ്ധികപരമായി ഉന്നത ശ്രേണിയിലുള്ള, ഏറ്റവും പഠനവും ഡോക്ടറേറ്റും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഇത്രയും ക്യാമറകളുടെ മുമ്പിൽ വെച്ച് തമാശ രീതിയിൽ ഒരു പെൺകുട്ടിയോട്, അല്ലെങ്കിൽ അവിടുത്തെ ആ റിപ്പോർട്ടറും കൂടി ഒരു റൊമാൻറ്റിക് സാധനം പറഞ്ഞത് ഒരു തമാശയുടെ ആംഗിളിലല്ലേ നമ്മൾ എടുക്കേണ്ടത്? ഇത് എന്താ പ്രശ്നം എന്ന് പറയുക, എന്ത് പറഞ്ഞാലും പരസ്പര വിരോധത്തിന്റെ പേരിൽ കേസെടുത്ത് അപമാനിക്കുക. ഇനി ആൾക്കാർ പറയാൻ പോണത് മുഴുവൻ ബോച്ചയുടെ കാര്യവും അരുൺകുമാറും രണ്ടുപേരും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയില്ലേന്നാണ്. ബോച്ചെ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗം എവിഡന്റ്ലി തെറ്റും, കുന്തി എന്നുള്ള പ്രയോഗം നമുക്കെല്ലാം ബോധ്യമാകുന്ന രീതിയിൽ തെറ്റുമാണ്. അരുൺ കലോത്സവ വേദിയിൽ ഒപ്പനയുടെ മണവാട്ടിയുടെ റിപ്പോർട്ടറും മണവാട്ടിയും തമ്മിലുള്ള ഒരു കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞതിന്റെ പിന്നിൽ ഈ രീതി പറഞ്ഞ് നമ്മൾ കൈയടിച്ച പ്രശ്നം എന്താ അറിയാമോ? നാളെ ABC ആകാം, നാളെ മറുനാടനാകാം, നാളെ രാഹുൽ ഈശ്വർ ആകാം, അല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ചാനലാകാം, നമ്മുടെ വായിൽ എന്തെങ്കിലും വീഴാൻ വേണ്ടി നമ്മുടെ എതിരാളികൾ കാത്തിരിക്കും. അങ്ങനെ വീണാൽ ഉടനെ നേരെ അവർ ഒന്ന് കേസ് കൊടുക്കും, പോലീസിനെ നിർബന്ധിച്ച് കേസെടുപ്പിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു തെറ്റും കാണില്ല, പക്ഷേ പോലീസിനെ നിർബന്ധിച്ച് കേസെടുപ്പിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മളെ അപമാനിച്ചിട്ട് പറയും, കണ്ടോ അവനും ദ്വയാർത്ഥ പ്രയോഗം നടത്തി, അവനും ലൈംഗിക ചുവയോടെ സംസാരിച്ചു, അവനും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണെന്ന്. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഈ പറയുന്നത് അരുൺ ഇപ്പം പറയുന്നത് ശരിയല്ലെങ്കിൽ അരുണിനെ വിമർശിക്കാം. അരുൺ പറഞ്ഞത് ശരിയല്ല, എനിക്ക് വലിയ ശരിയോടൊന്നും തോന്നിയില്ല, അത് വേറെ. എല്ലാ ചാനലുകളും കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് യുവജനോത്സവത്തിലെ കുട്ടികളെ കവർ ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അവസരമല്ലേ? ഞാൻ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ്, എനിക്കറിയാം. അങ്ങനെ വലിയൊരു ചാനൽ, റിപ്പോർട്ടറോ അല്ലെങ്കിൽ മാതൃഭൂമിയോ മനോരമയോ അല്ലെങ്കിൽ ABCയോ അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിൽ നിൽക്കുന്ന ചാനലുകളോ നമ്മളെ വന്ന് കവർ ചെയ്യുന്നു, നമുക്ക് ഷെയർ ചെയ്യാനുള്ള സാധനം തരുന്നു, നമ്മുടെ വീട്ടുകാരെ നമ്മൾ കാണിക്കുന്നു. ഏതെങ്കിലും ഒരു വാക്ക് അവിടെയും ഇവിടെയും അടർത്തിയെടുത്ത് അത് ലൈംഗിക ചുവയാണ്, റൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ അരുൺ എന്നെ അതിശക്തമായി ആക്രമിച്ച് റിപ്പോർട്ടർ TV സംസാരിച്ചതാണ്. അരുൺ എന്നെ കുറെ രീതിയിൽ, അതായത് പോസിറ്റീവായി തന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതി പറഞ്ഞു, രാഹുൽ ഈശ്വർ എന്ത് പിന്തിരിപ്പനാണ്, ഇങ്ങനെയാണോ? ഞാൻ ഈ അവസരം കാര്യമായി മുതലെടുത്ത്, കണ്ടോ അരുൺ നിനക്കൊക്കെ പണി കിട്ടിയല്ലേ, നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാർ ഇങ്ങനെയാണല്ലേ എന്ന് പറയുന്നത് എന്ത് തരം മാന്യതയില്ലായ്മയാണ്. അതുകൊണ്ട് അരുണിന് പൂർണ്ണ ഐക്യദാർഢ്യം, ഡോക്ടർ അരുൺകുമാറിന് പൂർണ്ണ ഐക്യദാർഢ്യം. അത് ഇന്നത്തെ അരുൺ ആയതുകൊണ്ടല്ല, ഞാൻ പുരുഷവാദി ആയതുകൊണ്ട് മാത്രമല്ല, അരുണിനെ 25 വർഷങ്ങളായിട്ട് അറിയാവുന്ന, പാലക്കാട് വിക്ടോറിയയിലടക്കം പഠിപ്പിച്ചിരുന്ന ഏറ്റവും മികച്ച അധ്യാപകൻ കൂടിയായ അരുണിനെ ഇനി ഇതിന്റെ പേരിൽ പരമാവധി ഇടിച്ചു താഴ്ത്തി, അരുൺ ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ സംസാരിച്ചു, അരുൺ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്തു, അരുൺ വെർബൽ റേപ്പ് ചെയ്തു, അരുൺ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണ് എന്ന് പറയുന്നത് ദൈവം പുറക്കില്ല. നമുക്ക് ഇത് അവസരമായിട്ട് വേണമെങ്കിൽ എടുക്കാം, നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ എന്നെ ഞാൻ പറയുന്നോണ്ട് തോന്നുന്നു, എന്നെ 2-3 പേര് വിളിച്ചു പറഞ്ഞു ഹണി റോസിന്റെ സിനിമ മാറ്റിവെച്ചു, നമുക്ക് വലിയ വിജയമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് വിജയമാണ് സർ? ഹണി റോസും ഒരുപാട് പേരുടെയും ജീവിതത്തിന്റെ പ്രയത്നമായിട്ട് റേച്ചൽ എന്നൊരു സിനിമ January 10 ഇറങ്ങാനിരുന്നിരുന്നു, അത് മാറ്റിവെച്ചാൽ എനിക്കെന്ത് വിജയമാണ്? നമുക്ക് അവിടെ സിനിമ ഇറങ്ങുമ്പോൾ ഡീഗ്രേഡ് ചെയ്യണം. എന്തിന്? നല്ല സിനിമയാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യണം, ചീത്ത സിനിമയാണെങ്കിൽ എന്താ പറയുക നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യണം. ഹണി റോസിനോട് എനിക്ക് എന്തെങ്കിലും
വ്യക്തിപരമായ വിരോധം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല, ഞാൻ ആ കുട്ടിയെ ജീവിതത്തിൽ ഇന്നേവരെ പരിചയപ്പെട്ടില്ല, ഒരു പക്ഷെ ഒരിക്കലും പരിചയപ്പെട്ടില്ല എൻ്റെ ജീവിതകാലത്ത്. പക്ഷേ അല്ലെങ്കിൽ അരുൺകുമാറിനെ എനിക്കറിയാം, പോട്ടെ, ഇവരോടൊന്നും വ്യക്തിപരമായ വിരോധം നമ്മൾ വെക്കുന്ന എന്തിനാണ്? ആശയപരമായ വിയോജിപ്പല്ലേ നമ്മുടെ കേരള സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഈ വരി ദയവായി കൊടുക്കണം. ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഇത് രണ്ടുമല്ല. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പോ അരുൺകുമാറിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു രാഹുൽ ഈശ്വർ. ശരിയാണ്, ഇത്തരത്തിൽ പറയുമ്പോൾ നാളെ അത് പലർക്കുമെതിരെ ഒരു ശത്രുതാ മനോഭാവത്തോടെ എടുക്കാം. പക്ഷേ ഈ അവസരത്തിൽ രാഹുൽ ഈശ്വറിന്റെ വായിൽ നിന്നാണ് ഇത്തരം ഒരു റൊമാൻറ്റിക്കായ പദം ആ കലോത്സവ വേദിയിൽ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ പേരിലാണ് ഒരു ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തത് എങ്കിൽ ഈ അരുൺകുമാർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങൾ എങ്ങനെയായിരിക്കും? ഒരു പക്ഷേ നെഗറ്റീവ് ആയിരിക്കും, കുഴപ്പമില്ല. ആരെങ്കിലും ഇത് അവസാനിപ്പിക്കണ്ടേ? അതായത് അവൻ എന്നോട് തെറ്റ് ചെയ്യും എന്ന് വിചാരിച്ച് ഞാൻ അവനോട് തെറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് നെഗറ്റിവിറ്റി ലോകത്തിൽ വളരുന്നത്, ഇങ്ങനെയാണ് പരസ്പര വിരോധം ലോകത്തിൽ വളരുന്നത്. അതായത് ഇതിനെ പറയുന്നത് പരിശുദ്ധ ഖുറാനും ബൈബിളും ഗീതയും അടക്കം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ടാണ് നമ്മൾ നേരിടേണ്ടത്. അതായത് നെഗറ്റീവായ ഒരു കാര്യത്തെ സമൂഹത്തിൽ പോസിറ്റീവായി നേരിടണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കവിള് കാണിച്ചാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കണമെന്നൊന്നുമല്ല. ശക്തമായി തിരിച്ചടിക്കണം. പക്ഷെ അടിക്കുന്നത് ആശയപരമായിട്ടായിരിക്കണം, ആമാശയപരമായിട്ടായിരിക്കരുത്. അതായത് ഒരു ഹണി റോസിനോട് എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ ഹണി റോസിനെ അതിശക്തമായി വിമർശിച്ച് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റാഗ്രാമും ഇടണം. അല്ലാതെ രഹസ്യമായി മറ്റേ അക്കൗണ്ട് ഉണ്ടാക്കി റിവ്യൂ ബോംബിങ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമുക്കൊരു വ്യക്തി വേറെ, വ്യക്തിയുടെ നിലപാട് വേറെ എന്ന് കണ്ടുകൂടെ? അത് കാണാതെ പരമാവധി ആൾക്കാരെ തേജോധം ചെയ്യുന്ന എന്തർത്ഥമാണ്? എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, നാളെ എന്റെ വായിന്നും ഇല്ലാതെ വേണമെങ്കിൽ ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തേനെ. അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പൊ ശബരിമല കാലത്ത് ഞാൻ പറയുകയുണ്ടായി, ശബരിമലയിൽ മറ്റേ പ്രൊട്ടസ്റ്റിന് വേണ്ടി ആൾക്കാർ നിന്നിരുന്നു. ആ വാക്കിനെ വളച്ചൊടിച്ച് എന്നെ അറസ്റ്റ് ചെയ്ത് 6 ദിവസം ജയിലിലിട്ടതാണ്. എന്ന് പറഞ്ഞ് ഇത് തിരിച്ചു ചെയ്താൽ ഇതാണ് ശരിക്കും ഒരു കാര്യം കൂടെ. നമ്മൾ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ താങ്കൾ ഹിന്ദു വിശ്വാസി എന്നുള്ള അസ്യൂം ഒരു ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്ന പുരാണങ്ങളിൽ ഇത് കലികാലമാണെന്നാണ് പറയുന്നത്. ഇതാണ് മനസ്സിലെ കലി. കലി എന്ന് പറഞ്ഞാൽ മനസ്സിലെ പ്രതികാരവും ദേഷ്യവും കൂടെ ചേർന്നുണ്ടാകുന്ന കാര്യത്തെയാണ് ഈ കലി എന്ന് പറയുന്നത്. അതായത് അരുണിന് വീഴ്ച വന്നു, അരുണിന് കലിയാവും. നാളെ വേറെ ഏതെങ്കിലും ചാനലിലെ ആരെങ്കിലും ഇങ്ങനെ പറയും, നേരെ തിരിച്ച് റിപ്പോർട്ടർ വരുന്നു, അവർക്കെതിരെ ആഞ്ഞടിക്കും. എന്നിട്ട് റിപ്പോർട്ടർ പറയും എന്തുകൊണ്ട് മാതൃഭൂമി അറസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ മനോരമ അറസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ABC അറസ്റ്റ് ചെയ്തില്ല. നമ്മൾ എന്താ പരസ്പര വിരോധം തീർക്കാൻ? നമുക്കൊക്കെ എന്തെങ്കിലും പരസ്പര വിരോധമോ ദേഷ്യമോ ഉണ്ടോ? നിലപാടുകളിൽ വ്യത്യാസമുണ്ട്, അത് ജനാധിപത്യമാണ്. നമുക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും ദേഷ്യമോ വ്യക്തിപരമായ അധിക്ഷേപം ഉണ്ടോ? ഇത് നമ്മുടെ മനസ്സിലെ കലിയാണിത്. എന്നെ ഞാൻ പറയുന്നത് എന്താ പറയുക, നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് എന്നെ അമേരിക്കയിൽ നടക്കുള്ള കുറെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു നമുക്ക് അതിശക്തമായി ഹണി റോസിനെതിരെ കേസ് കൊടുക്കണം. ഞാൻ പറഞ്ഞു എന്തിന് കേസ് കൊടുക്കണം? ഹണി റോസിന്റെ ഒരു നിലപാടിനോട് വിരോധമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ അരുണിന്റെ വാക്ക്, എനിക്ക് അരുണിന്റെ വാക്കിന് പ്രശ്നമൊന്നും തോന്നുന്നില്ല. അരുണിന്റെ വാക്കിന് ബാലാവകാശ കമ്മീഷന് തോന്നി. ബാലാവകാശ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അരുൺകുമാറിനെ പോലൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അത് പറഞ്ഞത് ശരിയായില്ല, ഞങ്ങളൊരു താക്കീത് കൊടുക്കുകയാണ് എന്നുള്ള സ്വരത്തിൽ അതിനെ വിമർശിക്കാം, ഒരു പത്രക്കുറിപ്പ് കൊടുക്കാം. ഈ കേസ് എടുത്ത് മെനക്കെടുത്തുന്നതിൽ എന്തർത്ഥമാണ്? നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്, ശബരിമല കേസ് എനിക്കെതിരെ 5 കേസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരാഴ്ചയിൽ 5 സ്ഥലങ്ങളിൽ പോയി ഒപ്പിടണമായിരുന്നു. ഇവർ എന്നെ മെനക്കെടുത്താൻ വേണ്ടി ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് വെച്ചിരുന്നത്. അതായത് ഒരു ദിവസം ആലപ്പുഴ പോകണം, ഒരു ദിവസം കോട്ടയത്ത് പോകണം, ഒരു ദിവസം പമ്പയെ പോകണം, ഒരു ദിവസം മാവേലിക്കരയാണെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ വിട്ടു, ഇപ്പൊ കുറച്ച് വർഷങ്ങളായല്ലോ. ഇത് മനഃപൂർവ്വം മെനക്കെടുത്തുന്ന ഒരു മനോഭാവമാണ് നമുക്കുള്ളത്. എന്ത് തരം സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഇതിന് കിട്ടുന്നത്? അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ അരുണിനോട് യോജിപ്പാണ്. അരുണിനോട് വിയോജിപ്പുള്ളവർ അരുണിനെ ആക്രമിക്കുക. ഒരു ഡോക്ടറേറ്റ് ഉള്ള പണ്ഡിതനായ അരുൺ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന് പറയുക. അരുണിനെ അതിശക്തമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കാത്ത വിമർശനങ്ങളും കുറിപ്പുകളും എഴുതുക. അരുണിനെ ചീത്ത വിളിക്കാനും അരുണിനെ ജയിലിലിടാനും വേണ്ടി ചെയ്യരുത്. ബോച്ചയോട് ചെയ്ത അനീതി ബാക്കിയുള്ളവരോട് ചെയ്യരുത്. ബോച്ചയോട് അനീതിയാണ് ചെയ്യുന്നത്, ആ അനീതി ബാക്കിയുള്ളവരോട് ചെയ്യരുത്. നാളെ ഏതെങ്കിലും രീതി ഹണി റോസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പിശക് ഉണ്ടാവുമെന്നല്ല, പിശക് ഉണ്ടായി കഴിഞ്ഞാൽ ഹണി റോസ് 3 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്ന മനോഭാവം നമ്മുടെ ഉള്ളിലെ അസുരനാണ്, നമ്മുടെ ഉള്ളിലെ കലിയാണ്. ഈ കലി വച്ചല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കുറെ കൂടെ സൗഹാർദ്ദപരമായി പോസിറ്റീവായി ഹെൽത്തി ആയി പോകണം. ഇപ്പൊ നമ്മുടെ മാത്യു സാമുവൽ സാർ പറഞ്ഞു തന്നെ എങ്ങനെയാണ് ക്രിമിനൽ ആവുന്നത്? അവൻ പുള്ളിക്ക് ഞാൻ പറഞ്ഞ നിലപാട് കേട്ടിട്ട് ദേഷ്യം ഉണ്ടായി കാണും, അദ്ദേഹത്തിന്റെ ഇത്. പക്ഷേ അതുകൊണ്ട് ഞാൻ ക്രിമിനൽ ആവൂ? അപ്പം ആൾക്കാര് മനസ്സിലെ ദേഷ്യം തീർക്കാനും കലി തീർക്കാനും വേണ്ടിയാണ്. ഇതാണ് കലികാലം. ഈ കലിയെ അതിജീവിക്കലാണ് നമ്മൾ ഓരോ ആൾക്കാരും ചെയ്യേണ്ടത്. വളരെ നന്ദി സാർ. താങ്ക് യു.